ഉറങ്ങിക്കൊണ്ട് പഠിക്കുകയായിരിക്കില്ലേ? കണ്ണടഞ്ഞു പോയതറിഞ്ഞില്ല. ജ്യൂസ് കുടിക്കേ, ഉറക്ക ക്ഷീണം മാറട്ടെ. അടുത്ത വർഷം നമുക്കൊരു ഇന്ത്യ ടൂർ പോണേ. എങ്ങോട്ട്? ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കൊന്നുമല്ല, ഓരോ സ്ഥലങ്ങളിലും കുട്ടികൾ എത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, പഠിക്കുന്നത്, ഇതൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ. ഇന്ന് ഫാക്ടറിയിലൊരു ബംഗാളി പയ്യൻ ജോയിൻ ചെയ്തു. കഷ്ടപ്പെട്ട് കുടുംബം പുലർത്താൻ വേണ്ടി മാത്രമല്ല, അവന് പഠിച്ച് ഒരു ഡോക്ടർ ആവണം. അതിനുള്ള പൈസ അവൻ തന്നെ ജോലി ചെയ്തുണ്ടാക്കുക. പോക്കറ്റ് മണി തന്നാ മതി, ക്ലാസ് കഴിഞ്ഞ് ഞാനും വരാം ജോലിക്ക്. നിനക്ക് തമാശ. അവൻ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. MBBS കഴിഞ്ഞിട്ട് അവന് സിവിൽ സർവീസിന് പോകണമെന്ന്. മഞ്ഞപ്പൊടിയുടെ മുളക് പൊടിയുടെ ഇടയ്ക്കിടന്ന് കിട്ടുന്ന സമയമൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുക കുട്ടി. ആഗ്രഹങ്ങളാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഫയർ. അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവനൊരു നല്ല നിലയിലെത്തുന്നത്. ഇയാളുടെ പേരെന്താ? രവീന്ദ്ര ചതോപാധ്യായ. ടാഗോറിന്റെ നാട്ടുകാരനല്ലേ, ആ ഓർമ്മക്കിട്ട പേരായിരിക്കും. അതിൻ്റെ ഒരു ഐശ്വര്യമുണ്ട്. കുടിച്ചോ, എന്നിട്ട് പഠിച്ചോ. എന്താണ് പെട്ടെന്നൊരു തുമ്മലും ചീറ്റലും? അറിയില്ല, ചിലപ്പോഴേ എൻട്രൻസിന്റെ സ്ട്രെസ് ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഈ ചുക്ക് കാപ്പി കുടിക്കും. കുടിക്കാം. അതെ, രാത്രി അധികം മഴകാട് കിടന്നോ? ഹലോ, തുമ്മി കേമോ നാച്ചോ? തുമ്മി കേമോ നാച്ചോന്ന്. ചതോപാധിക്ക് ബംഗാളി മനസ്സിലാവില്ലേ? മനസ്സിലായി. ഉച്ച മുതൽ തുമ്മിക്കൊണ്ടിരിക്കുകയാണ്. തല്ലുകൊള്ളുമ്പോ കരയാനുള്ള ബംഗാളിയെങ്കിലും പഠിച്ചു വെച്ച ചതോപാധ്യായെ. ഏയ്, ഫാദറിലോ ഭയങ്കര പാവ. ഇന്നൊരു ലോഡ് സ്നേഹം ഞാൻ പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ബംഗാളിയായി ജീവിക്കാനാണോ ഉദ്ദേശം? കുറച്ചാലും മാത്രം. ഈ മോനൊരു മലയാളിയായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന ആ നിമിഷം ഞാൻ സത്യം പറയും. മിക്കവാറും അതാവും തന്റെ അവസാനത്തെ നിമിഷം. കുട്ടി പേടിപ്പിക്കാൻ നോക്കണ്ട, ചതോപാധ്യ കുലിങ്ങില്ല. ഓ സോറി, അതിവിടെ തുമ്മിയതാ. ശരി, അപ്പൊ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. May I come in, sir? Yes. ഇന്ന് ലേറ്റ് ആണല്ലോ. How about calm the... എന്താ? വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു സാർ. Okay, let's continue. Mass of planet is 3 times the mass of Earth. Then diameter. Hey, silent. ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ദുബായ് ചായ ഉണ്ടാക്കി തരാം. ദുബായ് ചായ തന്നെ കുടിച്ചാൽ മതി. എനിക്കിത് ഓട്ടം ഉണ്ട്, രാത്രി കാണാം. ഒരു ഞായറാഴ്ചയെങ്കിലും റെസ്റ്റ് എടുക്കണത്. കഴിഞ്ഞ ആഴ്ച മുഴുവൻ റെസ്റ്റ് ആയിരുന്നു. ആത്മാവ് കൂട്ടിയെടുത്തോ? ഞാൻ അങ്ങനെ കഴിക്കാറൊന്നുമില്ല. അച്ഛൻ. ഹായ്. These are my friends. മാൻസി ബെസ്റ്റ് ഫ്രണ്ട്. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ ബാക്കിയുള്ളവർ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലാന്നല്ലോ. എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ. അല്ല, നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുറമേ ഫുഡ് എന്തെങ്കിലും മേടിപ്പിച്ചേനെ. ഇല്ല സാർ, ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ച് ചെറിയൊരു ഹൗസ് പാർട്ടി ആയിരുന്നു. കമ്പൈൻ സ്റ്റഡി ആയിരുന്നു.
അത് നെക്സ്റ്റ് വീക്ക് അങ്കിൾ ഞങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ. ഓ എന്നാ പിന്നെ നിങ്ങൾ ഞാൻ അങ്ങോട്ട് അല്ല ഞങ്ങൾ ഇറങ്ങും അങ്കിൾ. ആണോ? ലേറ്റ് ആയിരുന്നു. ബൈ 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 എന്റെ ബാഗ് ഒന്ന് എടുക്കണേ അവിടെ. ബൈ അങ്കിൾ. ബൈ ബൈ ഇത് ഞാൻ ബൈ. എടുത്തേ. ഓക്കേ ബൈ. അപ്പൊ എത്തിയിട്ട് വിളിക്കാം. വിളിക്കാം. ബൈ അങ്കിളെ. അങ്കിൾ ബൈ. കമ്പൈൻ സ്റ്റഡിയും ഫ്രണ്ട്സിന്റെ വീട്ടിലുള്ള കൂടുതലൊക്കെ ഇപ്പോഴത്തെ കുട്ടികളുടെ പതിവാ. നന്ദേട്ടൻ അതിന് പാനിക്കാവുന്ന എന്തിനാ? പാനിക്കാവണതല്ല, എങ്കിലും ഈ ആൺകുട്ടികളുമായിട്ട് ആവശ്യത്തിൽ കൂടുതലുള്ളൊരു ഇൻറ്റിമസി അത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല. ഇപ്പോഴത്തെ പിള്ളേർ നമ്മളെക്കാൾ ഫോർവേഡായി ചിന്തിക്കുന്നവരാണ്. അവരത്രയ്ക്ക് ഫ്രീ ആയി പെരുമാറുന്നത് അവരുടെ മനസ്സിൽ കള്ളത്തരമില്ലാത്തത് കൊണ്ടാ. അതെ, കണ്ടിന്യൂസ് ആയി മിസ് കോൾ കണ്ടപ്പോൾ ഞാനാകെ അങ്ങ് പേടിച്ചു. ഇവിടെ പാക്കിങ്ങിന്റെ തിരക്കിലായിരുന്നു. സേവിയർ അങ്ങളുടെ വീട്ടിൽ നിന്ന് പോന്നു. ഓ ഓഫീസിൽ നിന്ന് ഞാൻ എത്തുമ്പോഴേക്കും ആൻറ്റി ഡിന്നറൊക്കെ ഉണ്ടാക്കി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും. എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റുന്നില്ല, ഗസ്റ്റായിട്ട് താമസിക്കുന്ന പോലെ. കറക്റ്റ് ടൈമിൽ ഫാത്തിമയുടെ റൂംമേറ്റ് ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി. ഞാൻ ബാഗും പെട്ടിയെടുത്ത് നേരെ ഇങ്ങ് പോന്നു. എത്തി ഒന്ന് സെറ്റിലായിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചതാ. സത്യത്തിൽ തിരക്കൊക്കെ മടുത്തു നന്ദേട്ടാ. വീട് നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നു. പക്ഷേ മക്കളുടെ കാര്യത്തിൽ എപ്പോഴും പേരൻസിൻ്റെ ഒരു കണ്ണ് വേണം. ഇതെന്തിനാച്ചാ പെട്ടെന്ന് ഇവിടെ CCTV ഒക്കെ വെക്കുന്നത്? സെക്യൂരിറ്റിക്ക് വേണ്ടിയല്ലേ അപ്പൂ. അന്ന് കള്ളം കയറിയ ദിവസം ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ അച്ഛന് ദുബായിൽ ഇരുന്നുകൊണ്ട് അത് മൊബൈലിൽ കാണായിരുന്നു. ഓ പിന്നെ പാതിരാത്രിക്ക് ഉറക്കം ഒഴിച്ച് അച്ഛൻ ഇത് നോക്കിയിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ അഥവാ കണ്ടാൽ തന്നെ അവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കാന്നല്ലാണ്ട് വേറെ എന്താ ചെയ്യാ? അച്ഛൻ ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇനി ഇവിടെ നടക്കുന്ന കാര്യങ്ങള് അച്ഛൻ ഫാക്ടറിയിൽ ഇരുന്നുകൊണ്ട് കാണും. രാമേട്ടാ, ഓ ഈ ബില്ലിലുള്ളതൊക്കെ കമ്പ്യൂട്ടറിൽ കയറിയിട്ടുണ്ടല്ലോ അല്ലേ? ഇത് മുഴുവനും കയറ്റിയിട്ടുണ്ട്. ഓ എന്നിട്ട് വന്നേ. आपकी बेटी है? ആ बहुत सुंदर है. അതിന് अला अच्छन को इतना सौंदर्य है तो मोളും സുന്ദരി होगी. പണിയെടുക്കട്ടെ പണിയെടുക്കട്ടെ. ഓടാ. വളവ് വരുമ്പോ ഇൻഡിക്കേറ്റർ കേട്ടാ. വളച്ചോളോ ഇങ്ങനെ പോരട്ടെ. ഓക്കെ. ഇതിനാണ് മോളെ കൊണ്ട് ഐസ്ക്രീം മേടിക്കാൻ പോക്കല്ലേ? അച്ഛന് വല്ല ബോധമുണ്ടോ? പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചാലേ പേരൻസിനായിട്ട് പിടിച്ച് അകത്തിടുക. അവള് നന്നായിട്ട് വണ്ടി ഓടിക്കണ്ടാ. നിന്നോട് ലൈസൻസ് കിട്ടുന്നവർ വണ്ടി എടുക്കാൻ പാടില്ല നമ്മ പറഞ്ഞിട്ടില്ലേ? ഒരു സാധനം പറഞ്ഞാൽ അനുസരിക്കില്ല എന്ന് എന്തത്ര വലിയ വാശി? മോളിങ്ങോട്ട് പോരെ, അമ്മമ്മ നല്ല പാലപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ കൂടി കൊഞ്ചിച്ച അവളെ വഷളാക്കിയത്. നീ ഒന്നും മിണ്ടാതിരിക്കുക, അതിലൂടെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. വയസ്സായ അച്ഛനെ വെച്ചോണ്ടല്ലേ അവള് വണ്ടി ഓടിച്ചത്. എവിടെയെങ്കിലും പോയി തട്ടുവോ മറിയോ ചെയ്തിരുന്നെങ്കിൽ ആരാ സമാനം പറയാ? എടി അവിടെ നിൽക്കാൻ. അപ്പോ മോളെ അപ്പോ നിന്റെ ഐസ്ക്രീം പോയി വിളിച്ചോണ്ടാ.